നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന വിവാദ പരാമർശത്തിൽ ഉറച്ച് മന്ത്രി സജി ചെറിയാൻ. പറഞ്ഞത് യാഥാർത്ഥ്യമെന്നും പ്രസ്താവന വളച്ചൊടിച്ചു എന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. പരാമർശത്തിൽ CPIM നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പരാമർശങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം നടന്നോ എന്ന സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നാണ് MV ഗോവിന്ദൻ ഇങ്ങനെ ഒഴിഞ്ഞുമാറിയത്. സജി ചെറിയാന്റെ പരാമർശത്തെ പാർട്ടി നേതൃത്വം എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമൂഹത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഗുരുതരമായ തെറ്റാണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ ശ്രദ്ധയില്ലാത്ത പ്രതികരണങ്ങൾ നടത്തി നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സജി ചെറിയാന്റെ നിലപാട്. ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു. പ്രബല സമുദായ സംഘടനകൾ പ്രതിപക്ഷത്തെ വിമർശിച്ച സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സജി ചെറിയാന്റെ വിമർശനങ്ങൾ കാരണമായെന്ന് CPIM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. വർഗീയ പരാമർശത്തിൽ സജി ചെറിയാനെതിരെ വ്യാപക പ്രതിഷേധം. കേരള ചരിത്രത്തിൽ ഒരു മന്ത്രിയും നടത്താത്ത പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോലീസിൽ പരാതി നൽകി. AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിലെ ചർച്ചകൾ കെട്ടടങ്ങും മുന്നേ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന CPM നേതൃത്വത്തിന്റെ അറിവോടെയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വർഗീയത ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നുവെന്നാണ് വിമർശനം. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും രംഗത്ത് വന്നു. PDPയുമായുള്ള CPM സഹകരണം ഓർമ്മിപ്പിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വേറെ എല്ലാ നിലക്കും വോട്ട് കിട്ടാനുള്ള സാധ്യത അവസാനിച്ചു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവരുടെ വിഭ്രാന്തിയിൽ നിന്ന് ഉളവാകുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ ആളല്ല. സജി ചെറിയാന്റെ പ്രസ്താവന RSS വോട്ട് നേടാനുള്ള ചെങ്ങന്നൂർ ഡീലോ സംസ്ഥാനതല ഡീലോ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യം. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സാമുദായികമായ ധ്രുവീകരണം നടത്തുന്നത്? ഇതിനൊക്കെ CPMന് ഒരു ഡീൽ നടക്കുന്നുണ്ട്. CPM RSS ഡീൽ ഉണ്ട്. പരാമർശത്തിനെതിരെ കോൺഗ്രസ് വക്താവ് VR അനൂപ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24. SNDP NSS സഹകരണം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയല്ലെന്ന് G സുകുമാരൻ നായർ. ഐക്യത്തിന് ആരുടെയും സഹായവും ഉപദേശവും ആവശ്യമില്ലെന്നാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് NSS SNDP ഐക്യത്തിന് കളമൊരുക്കാനാണ് നീക്കം. ഐക്യം കാലത്തിന്റെ അനിവാര്യതയെന്നാണ് SNDPയുടെയും NSSന്റെയും നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാമൂഹ്യ വിഷയങ്ങളിലൂന്നി ഐക്യം സാധ്യമാക്കാനാണ് ശ്രമം. 21-ന് SNDP യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കും. അതിനുശേഷം NSS ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സംവരണ വിഷയങ്ങൾ പോലെ ഭിന്നിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതും ഐക്യത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഐക്യവിഷയത്തിൽ VD സതീശനെ വലിച്ചിഴക്കുന്നതിൽ NSS വിമർശനമുന്നയിച്ചു. ഐക്യത്തിന് SNDP NSS മാത്രം വിചാരിച്ചാൽ മതി. അതിന് രാഷ്ട്രീയ നേതാക്കളുടെ ഉപദേശം വേണ്ടെന്നുമാണ് നിലപാട്. ഐക്യത്തെ സ്വാഗതം ചെയ്ത CPIMും കോൺഗ്രസും. എല്ലാവരും ചേർന്നു, ജാതി മത വിഭാഗങ്ങളെല്ലാം ചേർന്നു, എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. എല്ലാ മതസംഘടനകളും യോജിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. യോജിപ്പോടുകൂടി പോകുന്നത് നല്ലതാണ്. അവരെന്നും വഴക്കടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? ഇതിനിടെ G സുകുമാരൻ നായർക്കെതിരെ BJP നേതാവ് K സുരേന്ദ്രൻ രംഗത്തെത്തി. നായർ ഈഴവ സമുദായങ്ങളുടെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ലെന്ന പ്രതികരണം. അതിപ്പോ നായർ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല, ഈഴവ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല. അപ്പൊ അത്തരം പരാമർശങ്ങളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. 24 കോട്ടയം. സമുദായ നേതാക്കളെക്കുറിച്ച് മോശമായി പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ വർഗീയതയ്ക്കെതിരെ പോരാടും. വ്യക്തിപരമായി രാഷ്ട്രീയ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും പ്രശ്നമില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല. പണ്ടും പറഞ്ഞിട്ടില്ല. ഒരു മോശമായ വാക്കും പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും.
എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. എന്നാൽ സമുദായ സംഘടനകളുടെ എതിർപ്പിന് പാത്രമായ വി.ഡി. സതീശനെ പിന്തുണയ്ക്കാതെ കോൺഗ്രസ് നേതാക്കൾ. കരുതലോടെയായിരുന്നു വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സമുദായ നേതാക്കളെ പിണക്കാൻ താത്പര്യമില്ല എന്ന നിലപാടായിരുന്നു നേതാക്കളുടെ വാക്കുകളിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രബല ഹൈന്ദവ സമുദായ സംഘടനകളുമായി കൊമ്പുകോർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് വി.ഡി. സതീശനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരാൻ നേതാക്കൾ മടിക്കുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഇന്നലെ NSS ആസ്ഥാനത്ത് പോയ കൊടുക്കുന്നിൽ സുരേഷോ UDF കൺവീനർ അടൂർ പ്രകാശോ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. പ്രതികരിച്ച KPC അധ്യക്ഷനാകട്ടെ കരുതലോടെയാണ് മറുപടി പറഞ്ഞത്. ചില പരാമർശനങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട്. അത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുന്നതാണ്. പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും കരുതലോടെ തന്നെ. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. K. മുരളീധരൻ മാത്രമാണ് വി.ഡി. സതീശനെ പിന്തുണച്ചത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും വി.ഡി. സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. വർഗീയ പരാമർശങ്ങളോട് സന്ധി ചെയ്യില്ലെങ്കിലും സമുദായ സംഘടനകളോട് ഏറ്റുമുട്ടൽ വേണ്ടെന്ന സമീപനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനത്തിൽ തിരുത്തൽ വേണമെന്ന ഗവർണറുടെ ആവശ്യം തള്ളി സർക്കാർ. തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് പ്രസംഗം ഗവർണർ തിരികെ അയച്ചു. എന്നാൽ തിരുത്തൽ വരുത്താതെ തന്നെ സർക്കാർ പ്രസംഗം മടക്കി അയച്ചു. തിരുത്തിയില്ലെങ്കിലും നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാനാണ് ഗവർണറുടെ തീരുമാനം. നാളെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. പുതുവർഷ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുന്നതാണ് പതിവ്. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട്. എന്നാൽ പ്രസംഗത്തിലെ ഈ ഭാഗത്ത് തിരുത്തൽ വേണമെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട്. ഇക്കാര്യം അറിയിച്ച് ഗവർണർ പ്രസംഗം തിരിച്ചയച്ചു. എന്നാൽ പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ തിരുത്താൻ സർക്കാർ കൂട്ടാക്കിയില്ല. തിരുത്തൽ വരുത്താതെ തന്നെ ഇന്നലെ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയച്ചു. തന്റെ ആവശ്യം സർക്കാർ നിരാകരിച്ചെങ്കിലും മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗം പൂർണ്ണമായും വായിക്കാനാണ് ഗവർണറുടെ തീരുമാനം. സർക്കാരിന്റെ നയങ്ങളും നിലപാട് നിശ്ചയിക്കാനുള്ള അവകാശം മന്ത്രിസഭയ്ക്കാണെന്ന വിലയിരുത്തലാണ് തീരുമാനം. ഗവർണർ മുഴുവൻ വായിച്ചാലും ഇല്ലെങ്കിലും പ്രസംഗം പൂർണ്ണമായും സഭാരേഖകളുടെ ഭാഗമാകുമെന്നതാണ് ചട്ടം. ഇതും ഗവർണറുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗവർണറായ ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന നിയമസഭയിൽ നടത്തുന്ന രണ്ടാമത്തെ നയപ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. 24 തിരുവനന്തപുരം. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പാലാ സബ് കോടതി തള്ളി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചുവെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതികരണം. വിധി തിരിച്ചടിയല്ല എന്നാണ് സർക്കാരിന്റെ പ്രതികരണം. വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് ഗവൺമെന്റ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അലക്സ് തോമസ് പറഞ്ഞു. അവകാശമുന്നയിച്ച 2263 ഏക്കർ സർക്കാർ ഭൂമിയല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. ഇതോടെ ശബരിമല വിമാനത്താവള പദ്ധതി അനിശ്ചിതത്വത്തിലായി. എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ബിലീവേഴ്സ് ചർച്ചിന്റെ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായുള്ള 2000-ലേറെ ഏക്കർ ഭൂമിയിലാണ് സർക്കാർ അവകാശമുന്നയിച്ചത്. അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് പുറമെ ആരിസൺ മലയാളവും കേസിലെ എതിർകക്ഷിയാണ്. സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിനോട് സഹകരിക്കുമെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതികരണം. വിലയുടെ കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. വിമാനത്താവളത്തിൽ തിരിച്ചടിയാണോ അല്ലോ എന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ അന്ന് തൊട്ടും ഇന്നുമുള്ള സ്റ്റാൻഡ് നമ്മൾ ക്ലിയർ ആണ്. സ്ഥലം നമ്മുടെയാണ്. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നിയമം പാലിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നതിന് നമ്മൾ എതിരല്ല. ഇത് സർക്കാർ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മാത്രമേ നമ്മൾ എതിരുള്ളൂ. ഭൂമിയുടെ അവകാശവാദമല്ല, നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരു പ്രശ്നവും വരില്ല. സാങ്കേതികത്വമാണ് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായത്. കോടതി പറഞ്ഞത് എന്താ, 4-1 വീണ്ടും ആരംഭിക്കണം. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റിൽ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കരുതെന്നോ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്ക് അനുകൂലമായി വിധി പറയുകയോ ചെയ്തിട്ടില്ല. 2019 തുടങ്ങിയ നിയമവ്യവഹാരത്തിനൊടുവിലാണിപ്പോൾ സർക്കാർ ഹർജി കോടതി തള്ളിയത്. 24 കോട്ടയം.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. VSSCയിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും SIT കൈമാറി. അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരിച്ചെത്തിയത് യഥാർത്ഥ പാളികളല്ല എന്ന് പരിശോധനാ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ SIT കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പാളികൾ മാറ്റിയെന്ന സംശയത്തിലാണ് SIT അന്വേഷണം. 1999 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികളുടെ ശാസ്ത്രീയ ഘടനയും നിലവിൽ സന്നിധാനത്തുള്ള ദ്വാരപാലക കട്ടിളപ്പാളികളുടെ ഘടനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് VSSC പരിശോധനാ ഫലത്തിൽ പറയുന്നത്. എന്നാൽ പാളികളുടെ കാലപ്പഴക്കം കൃത്യമായി പറഞ്ഞിട്ടില്ല. അതിനാൽ ഘടനയിലെ വ്യത്യാസം ഹൈക്കോടതിയെ അറിയിച്ച ശേഷം VSSCയുമായി വീണ്ടും ആശയവിനിമയം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ VSSCയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ പാളികൾ വിറ്റെന്നും നിലവിൽ ശബരിമലയിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് എന്നും ഉറപ്പിക്കാനാവൂവെന്നാണ് SIT പറയുന്നത്. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണത്തിന്റെ അളവ് കൂടിയേക്കും. നിലവിൽ ഉറപ്പിച്ചത് 585 ഗ്രാം അഥവാ 74 പവൻ സ്വർണത്തിന്റെ മോഷണമാണ്. ഇതിന്റെ ഇരട്ടിയിലേറെ നഷ്ടപ്പെട്ടെന്നാണ് നിഗമനം. സ്വർണ്ണപ്പാളികളുടെ താരതമ്യ പരിശോധനയിലാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ADGP H. വെങ്കടേഷ്, SP S. ശശിധരൻ എന്നിവർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായാണ് ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. 24 കൊച്ചി, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അഖില തന്ത്രി പ്രചാരക് സഭയുടെ ഹർജിക്കാർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എന്താണ് സംഭവിക്കുന്നതെന്ന് തന്ത്രിസഭയ്ക്ക് ധാരണയില്ല എന്ന് ഹൈക്കോടതി വിമർശിച്ചു. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണോ തന്ത്രിസഭ ഇത്തരം ആക്ഷേപം ഉയർത്തുന്നതെന്ന് കോടതി ചോദിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫെബ്രുവരി 4 മാറ്റി. കോഴിക്കോട് ഗോവിന്ദപുരത്ത് ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ദീപകിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. അതേസമയം ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുടുംബത്തിന് നിയമസഹായം ഉറപ്പാക്കുമെന്ന് DYFI അറിയിച്ചു. ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് അരീക്കോട് സ്വദേശിയായ യുവതി ദീപകിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ദീപക് ജീവനൊടുക്കിയത് എന്നാണ് കുടുംബം പറയുന്നത്. ഏക മകൻ നഷ്ടമായതിന്റെ വേദനയിലാണ് ഉള്ളാട്ടുതൊടി ചോയി കന്യക ദമ്പതികൾ. പാവാണ് എൻ്റെ മകൻ, ഒന്നിലേക്കില്ലാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെ നടന്നൊരു കുട്ടിയല്ല അത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഒരു കുറച്ചിലല്ല, ആർക്കായാലും നമുക്കായാലും ഒരു കുറച്ചിലാണല്ലോ. അത് ഇപ്പോൾ കണ്ട പോലെ സഹിക്കാൻ വയ്യാതെ. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ദീപകിനെ സോഷ്യൽ കണ്ടന്റിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ യുവതി ഉപയോഗിച്ചുവെന്ന് സുഹൃത്ത് അഷ്കർ. ആ നീചമായ ചിന്താഗതി വന്ന് ഒറ്റടിക്ക് ഒരു കണ്ടന്റ് കിട്ടിയല്ലോ, ഇത് ഒന്ന് പുതിയൊരു ഇത് ഉണ്ടാക്കാമല്ലോ എന്ന്. അങ്ങനെ അവർ പെട്ടെന്ന് ബാക്കിലേക്ക് വലിയ മൊബൈൽ എടുക്കുക, നേരെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ നിൽക്കുന്ന പൊസിഷനിലുള്ള അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ അടുത്ത് പോയി നിൽക്കുക. അവരുടെ മനസ്സിൽ അത്രയും ഇത്തരം ചിന്താഗതിയാണ് ഉള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് അവരെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് LG ലിജീഷ് പറഞ്ഞു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. ജമ്മുകശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8 സൈനികർക്ക് പരുക്കേറ്റു. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. അതേസമയം 77ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെയാണ് കിഷ്ത്വാർ ജില്ലയിലെ ചത്രു ബെൽറ്റിലെ സോന്നാർ ഗ്രാമത്തിൽ 3 ലഷ്കർ ഇ തോയ്ബ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സൈന്യം തെരച്ചിൽ ആരംഭിച്ചത്. അതിനിടെ സൈനികർക്ക് നേരെ ഗ്രനേഡ് ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ 8 സൈനികർക്ക് പരിക്കേറ്റു. കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുകൂലമല്ലാത്തതിനാൽ ഇന്ന് രാവിലെയാണ് സൈന്യം വീണ്ടും തെരച്ചിൽ ആരംഭിച്ചത്. ഡ്രോണുകളുടെയും സ്നിഫർ നായ്ക്കളുടെയും പിന്തുണയോടെ കരസേന, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ എന്നിവയുടെ 1-ലധികം ടീമുകളാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം 77ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാജ്യതലസ്ഥാനത്ത് വൻ സുരക്ഷാ മുൻകരുതലുകളാണ് ഒരുക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷാസേന ഭീകരരുടെ പോസ്റ്ററുകൾ പതിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് ഭീകരരുടെ പോസ്റ്ററുകൾ പതിച്ചത്. 24 ഡൽഹി. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്നാണ് ഹർജിയിൽ രാഹുലിന്റെ വാദം. സെഷൻസ് കോടതി നാളെ ജാമ്യ ഹർജി പരിഗണിക്കും. തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ചത്. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി.
റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് TVK അറിയിച്ചില്ല എന്നാണ് തമിഴ്നാട് പോലീസിന്റെ മൊഴി. പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജയിൽ നിന്ന് CBI ഇന്ന് വിവരങ്ങൾ തേടും. കേസിൽ TVK പാർട്ടി നേതാക്കൾ നൽകിയ മൊഴിയും വിജയുടെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും CBI പരിശോധിക്കും. വൈകുന്നേരത്തോടെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാകുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന KPCCയുടെ മഹാപഞ്ചായത്ത് അല്പസമയത്തിനകം കൊച്ചിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരും പരാജയപ്പെട്ടവരുമായ കോൺഗ്രസ് പ്രതിനിധികൾ മറൈൻ ഡ്രൈവിലെ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. KPCCയുടെ പ്രിയദർശിനി പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് തൃക്കാക്കരയിലെ വസതിയിലെത്തി രാഹുൽ ഗാന്ധി സമ്മാനിക്കും. തനേഷ് തമ്പി മറൈൻ ഡ്രൈവിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി 1PM ന്യൂസിൽ. തനേഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇങ്ങനെ ഒരു മഹാപഞ്ചായത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? എപ്പോഴാണ് പരിപാടിക്ക് തുടക്കമാവുന്നത്? അനുജ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ച UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച എല്ലാവരെയുമാണ് ഈ മഹാസംഗമത്തിലേക്ക്, മഹാപഞ്ചായത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എത്തിച്ചേരും. ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റ്, കനയ്യകുമാർ തുടങ്ങിയ ദേശീയ നേതാക്കളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് KPCCയുടെ മഹാപഞ്ചായത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മറൈൻ ഡ്രൈവിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്ന മഹാപഞ്ചായത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും ഒപ്പം തന്നെ പരാജയപ്പെട്ടവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തനേഷ്, തുടരാം. അല്പസമയത്തിനകം തന്നെ പരിപാടിക്ക് ഔദ്യോഗിക തുടക്കമാകും. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനു മുൻപ് പ്രൊഫസർ M ലീലാവതി ടീച്ചറുടെ വീട്ടിലെത്തി പ്രിയദർശിനി പുരസ്കാരം സമ്മാനിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയോട് എത്തുക. ഇതിനോടകം തന്നെ വിവിധ ഗ്രാമപഞ്ചായത്തുകളെയും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനുകളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം മത്സരിച്ച് പരാജയപ്പെട്ടവരെയും ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു വലിയ വിജയം സമ്മാനിച്ച അതിന്റെ മുന്നണി പോരാളികളായി നിന്ന എല്ലാ ആളുകളെയുമാണ് ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ഇത്തവണ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന സന്ദേശം പൊതുവിൽ നൽകാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കുക എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എന്നുള്ള നിലയിലാണ് ഈ ഒരു മഹാപഞ്ചായത്തിനെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അവിടെ എന്ത് രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മറൈൻ ഡ്രൈവിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദി. അതൊരു കൂറ്റൻ വേദിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ വേദിയിൽ 15,000 പേർക്ക് ഉള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് 15,000 പേർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 15,000 പേരാണ് ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തി ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം, അതായത് 2 മണിക്കാണ് പരിപാടി പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ സദസ്സ് നിറഞ്ഞു കവിയും എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അല്പസമയത്തിനകം തന്നെ ഈ പരിപാടിക്ക് തുടക്കമാകും. രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ KPCCയുടെ മഹാപഞ്ചായത്തിന്. അടുത്ത വാർത്തയിലേക്ക്. ഇടുക്കി ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയായി CPIM മുൻ MLA S രാജേന്ദ്രനെ മത്സരിപ്പിക്കാൻ BJP. സ്ഥാനാർത്ഥിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിവേഗം രാജേന്ദ്രനെ പാർട്ടിയിലെത്തിച്ചത്. തോട്ടം മേഖലയിലെ CPIM വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷ. രാജേന്ദ്രനെ NDA സ്ഥാനാർത്ഥിയാക്കുന്നതോടെ തോട്ടം മേഖലയിലെ CPM വോട്ടുകൾ ഭൂരിഭാഗവും പെട്ടിയിലാക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തോട്ടം തൊഴിലാളികളെ ലക്ഷ്യമിട്ട് S രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ തുടങ്ങുന്ന സഹകരണ സൊസൈറ്റി ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 8-ന് മൂന്നാറിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിരവധി ആളുകളെ BJP അംഗത്വത്തിൽ എത്തിക്കാനും ശ്രമം ഊർജിതം. ഈ തെരഞ്ഞെടുപ്പിൽ തോട്ടം മേഖലയിലടക്കം BJPക്ക് ഗണ്യമായ തരത്തിൽ വോട്ട് വർധനവുണ്ടായി. രാജേന്ദ്രനെ തുടർന്ന് ഇനി മറ്റ് പല പ്രമുഖരടക്കം
നേതാക്കന്മാരും അണികളും വരുന്ന ദിവസങ്ങളിൽ BJPയിൽ ചേരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയായി ഇറക്കിയാൽ പ്രതിരോധിക്കാൻ CPIM എന്ത് മാർഗം സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. അതേസമയം രാജേന്ദ്രന്റെ വരവിനു പിന്നാലെ മറ്റു പ്രമുഖ പാർട്ടികളുടെ നേതാക്കളും BJPയിലേക്ക് എത്തുമെന്നാണ് അവകാശവാദം. 24 ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സഭയെ അലട്ടുന്ന വിഷയങ്ങളിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത 11 ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രമേയം പാസാക്കി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അതിരൂപത ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണത്തിന്റെ ചങ്ങനാശ്ശേരി അതിരൂപതാതല ഉദ്ഘാടന സമ്മേളനത്തിലാണ് നിർണായക നിലപാട് സ്വീകരിച്ചത്. സമുദായത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവർക്ക് വോട്ടെന്നതായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കം നടപ്പാക്കാൻ അധികാരത്തിലെത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമോ എന്നാണ് പ്രധാന ചോദ്യം. ഒപ്പം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ആവശ്യം. ജസ്റ്റിസ് JB കോശി അദ്ദേഹം തന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രതിഫലിക്കുന്നത് നമുക്ക് ആ സമത്വത്തിന്റെ കാര്യത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പിലാക്കി കഴിഞ്ഞിട്ടും കമ്മീഷൻ റിപ്പോർട്ട് എങ്ങും കാണാനില്ല എന്നുള്ള വലിയൊരു വിസ്മയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം സമുദായങ്ങൾക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. ക്രൈസ്തവരെ മൈക്രോ മൈനോറിറ്റിയായി പരിഗണിച്ച് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കണം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രത പുലർത്തണമെന്നും പ്രമേയത്തിലുണ്ട്. സർക്കാരുകളെ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണമെന്നാണ് പ്രമേയത്തിലൂടെ സഭ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം അടിസ്ഥാനമാക്കിയായിരിക്കും. 24 കോട്ടയം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. അപരാജിത കുതിപ്പ് തുടരാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഹാട്രിക് തോൽവി ഒഴിവാക്കാൻ ഗുജറാത്ത് ജയന്റ്സ്. വനിതാ പ്രീമിയർ ലീഗിലെ സെക്കൻഡ് ലെഗ് മത്സരങ്ങൾക്ക് വഡോദരയിൽ ഇന്ന് തുടക്കം. നവി മുംബൈയിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ തോൽവി അറിയാത്ത ഏക സംഘമായി തല ഉയർത്തി നിൽപ്പുണ്ട് സ്മൃതി മന്ദനയുടെ RCB. 4-ൽ 4 മത്സരങ്ങളും ജയിച്ചു. ഒന്നല്ലെങ്കിൽ മറ്റൊരു താരം മാച്ച് വിന്നറായി ഉണ്ടെന്നതാണ് മുൻ ചാമ്പ്യൻസിന്റെ കരുത്ത്. 166 റൺസുമായി ക്യാപ്റ്റൻ സ്മൃതി തന്നെയാണ് ബാറ്റിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. 8 വിക്കറ്റ് എടുത്ത ലോറൻ ബെൽ ബൌളിംഗ് നിരയുടെ കുന്തമുനയാകുന്നു. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഗംഭീരമായി തുടങ്ങിയ ഗുജറാത്ത് പിന്നീടുള്ള 2 കളികളിലും തോൽക്കുകയായിരുന്നു. ബൌളിംഗ് നിരയുടെ മോശം പ്രകടനമാണ് 2 കളികളിലും ഗുജറാത്തിന് തിരിച്ചടിയായത്. RCBക്കെതിരായ 32 റൺസ് തോൽവിയും ഇക്കൂട്ടത്തിലുണ്ട്. ഇനിയൊരു തോൽവി ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ സങ്കീർണമാക്കുമെന്നതിനാൽ ആഷ് ഗാർഡനർക്കും സംഘത്തിനും ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം ജീവൻ മരണ പോരാട്ടങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.